നല്ലപോലെ വായുസഞ്ചാരമില്ലാത്ത അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൽ ധാരാളം പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് പോലുള്ള കെമിക്കൽസ് ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലങ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല, കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസുകൾ, പ്രത്യേകിച്ചും കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ നമ്മൾ ഏറെ നാൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആസ്മ ഉള്ള ആളുകൾക്ക് ഇത് വഷളാകാനും കാരണമാകും. അതുമാത്രമല്ല, കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. ഇത് 10 മൈക്രോണിൽ താഴെയാണെങ്കിൽ നമ്മുടെ ലങ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണയായി കുക്ക് ചെയ്യുന്ന സമയത്ത് 2.5 മൈക്രോൺസിൽ താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് ഉണ്ടാകാറുള്ളത്. ഇത് നമ്മുടെ ലങ്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിനെ പെനിട്രേറ്റ് ചെയ്യും, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. ഇത് ഏറെ നാൾ നമ്മൾ എക്സ്പോഷർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നല്ലപോലെ വെന്റിലേഷൻ ഇല്ലാത്ത അടുക്കളയിൽ പാചകം ചെയ്യരുത്.